ഡാം തുറന്നാണ്. നമ്മളിപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്. 10 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. ഇന്ന് സൺഡേ ആണ്, നല്ല തിരക്കുണ്ട്. വേറൊരു നല്ലൊരു വിശേഷം കൂടി ഉണ്ട്. നമുക്ക് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് പറയാം എന്താണ് ഹാപ്പി ന്യൂസ് എന്നുള്ളത് കേട്ടോ. ഹലോ, നമ്മളിപ്പോഴുള്ളത് കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൻ്റെ മുന്നിലാണ്. കാഞ്ഞിരപ്പുഴ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഉദ്യാനം വിനോദസഞ്ചാരികളുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഡാമിന് ചുറ്റും ഒരുപാട് കാടുകളും മലകളും ഒക്കെ ആയിട്ട് ഒരു ഡെൻസ് ഫോറസ്റ്റ് തന്നെയുണ്ട്. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കിയ ഇടത്തരം ജലസേചന പദ്ധതികളിൽ ഒന്നാണ് കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതി. 30 രൂപ പ്രവേശന ഫീസും 20 രൂപ പാർക്കിംഗ് ചാർജും കൊടുത്തുകൊണ്ട് നമുക്കുള്ളിലേക്ക് കയറാം. ഉദ്യാനത്തിന്റെ മുൻവശത്തായി അനട്ടിന്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനും ഉണ്ട്. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വലതുവശത്തായിട്ട് ഒരു ഇക്കോ ഷോപ്പ് കാണാം. തേൻ, കുന്തിരിക്കം, മുളയരി അങ്ങനെ ഒരുപാട് ഇക്കോ പ്രൊഡക്ട്സ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. കുട്ടികളുടെ പാർക്കിന് സമീപത്തായി സ്നാക്സ് കൗണ്ടറും നമുക്ക് കാണാം. കൂടാതെ ഒരു റെസ്റ്റോറൻറ്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ 10 മണിക്കാണ് ഓപ്പൺ ആവുന്നതെന്ന് പറഞ്ഞല്ലോ. ഇവിടെയുള്ള ജോലിക്കാരെല്ലാം അവരുടെ ക്ലീനിങ് പരിപാടികളെല്ലാം തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇതുപോലൊരു ഗജരാജ ശില്പം നമുക്ക് കാണാം. 4 വശവും ഗ്രില്ലിട്ടിരിക്കുകയാണ്. ആർക്കും ഉള്ളിലേക്ക് പ്രവേശനമില്ല. നമുക്ക് പുറത്തു നിന്നും കണ്ടുകൊണ്ട് ഇതിന്റെ ഭംഗി ആസ്വദിക്കാം. ഫോട്ടോയോ വീഡിയോയോ ആവശ്യമെങ്കിൽ എടുക്കാം. ഒറിജിനൽ ആനയെ വെല്ലുന്ന രീതിയിലാണ് ഈ ആനയുടെ നിർമ്മാണം. നമുക്ക് പാർക്കിന്റെ ഇടതുവശം ചേർന്ന് നടക്കാം. ഇത് ഡാമിന്റെ മുകളിലേക്കുള്ള വഴിയാണ്. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സന്ദർശകരുണ്ട്. അത് അടുത്ത ജില്ലകളിൽ നിന്നും അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരൊക്കെയുണ്ട്. പ്രായഭേദമന്യേ എല്ലാവരും അവധി ദിവസം ഒരുമിച്ച് ആഘോഷിക്കാൻ ഇറങ്ങിയതാണ്. സ്കൂളുകളിൽ നിന്നും പ്ലേ സ്കൂളുകളിൽ നിന്നും വന്ന കുട്ടികളുമുണ്ട്. ഒരുപോലെ ഉടുപ്പിട്ട് അവരെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഡാമിന്റെ ഈ ഒരു കാഴ്ച കാണാനാണ് നമ്മൾ മുകളിലേക്ക് വന്നത്. വിശാലമായി ഒഴുകുന്ന കാഞ്ഞിരപ്പുഴ ഡാം, ചുറ്റും മലനിരകൾ. വെയിലേറ്റ് ഈ മലനിരകൾ പല ഷെയ്ഡിലായിട്ട് നമുക്ക് കാണാം. മുമ്പ് നമ്മൾ അട്ടപ്പാടി പോയപ്പോൾ നമ്മൾ നരസിംമുക്ക് കണ്ടിരുന്നു. അതിലും ഇതുപോലെ മലകളുടെ ഷെയ്ഡുകൾ നമുക്ക് കാണാം. അതേ ഫീലാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. ഈ സമയത്ത് നല്ല വെയിലുണ്ട്, അതുപോലെ തന്നെ നല്ല ചൂടും. എങ്കിലും ഡാമിലെ കാറ്റുകൊണ്ട് നടക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. ഒരു കണക്കിന് ക്ഷീണം തോന്നില്ലെന്ന് പറയാം. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിന്റെ ഒരു ഏകദേശ രൂപം കിട്ടും. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വൈകുന്നേര സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെയിലെല്ലാം മാറി തണുത്ത കാലാവസ്ഥയിൽ ഒരുപാട് ദൂരം നടക്കാം, ഒരുപാട് കാഴ്ചകളും കാണാം. കുടുംബമായും കൂട്ടുകാരുമായും വരാൻ പറ്റിയൊരു സ്ഥലമാണിത്.
ഏറ്റവും നല്ല സമയം വൈകുന്നേര സമയമാണെന്ന് മാത്രം. ഡാമിൽ നിന്നും താഴേക്കിറങ്ങി നമ്മൾ വരുന്നത് ഈ കുട്ടികളുടെ പാർക്കിലേക്കാണ്. അധികം വിശാലമല്ലെങ്കിലും കുട്ടികൾക്ക് കളിക്കാനായി ഒരുപാട് ഉപകരണങ്ങൾ ഇവിടെയുണ്ട്. മുതിർന്നവർക്ക് വിശ്രമിക്കാനായി വളരെ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളും ഉണ്ട്. എന്താണ് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ പ്രത്യേകത? എന്താണ് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ പുതിയ വിശേഷം? ജലസേചന വകുപ്പിന്റെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞിരപ്പുഴയിൽ 161 കോടി രൂപയുടെ വിനോദസഞ്ചാര അമ്യൂസ്മെന്റ് പാർക്കിന് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം ആരംഭിച്ച് 2027 പൂർത്തിയാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ജലസേചന വകുപ്പിന്റെ ഡാമുകളിൽ വിനോദസഞ്ചാര പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വകുപ്പിന്റെ നോഡൽ ഏജൻസിയായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോഴിക്കോട് FSIT റീഡിഫൈൻഡ് ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിനെയാണ് പദ്ധതിക്കായി തിരഞ്ഞെടുത്തത്. പ്രൊജക്ട് ഈ മാസം ആരംഭിച്ച് 2027 പൂർത്തിയാക്കാനാണ് തീരുമാനം. പ്രവർത്തന കാലയളവ് 30 വർഷമാണ്. വരുമാനത്തിന്റെ 3%, 18% GSTയും സർക്കാരിന് ലഭിക്കും. ഈ പ്രൊജക്റ്റിനെ 3 തിരിച്ചിരിക്കുന്നു. 3 സോണുകളായി: റിസപ്ഷൻ സോൺ, എന്റർടൈൻമെന്റ് സോൺ, എക്സൈറ്റ്മെന്റ് സോൺ. വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യാനായിട്ടാണ് റിസപ്ഷൻ സോൺ. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും പുരാതനമായ കരകൗശല വസ്തുക്കളുടെ കടകളും ഇവിടെ കാണാനാവും. അതിനോടൊപ്പം റിഫ്രഷ്മെന്റ് ഏരിയയും ഹൈജീൻ ഡ്രസ് റൂമും ഇവിടെ അവൈലബിൾ ആയിരിക്കും. രണ്ടാമത്തെ എന്റർടൈൻമെന്റ് സോൺ ആണ്. പാർക്ക്, ഡാം, ഫ്ലവർ ഗാർഡൻ, മ്യൂസിക് ഫൗണ്ടെയിൻ, ലേസർ ഷോസ്, ബോട്ടിംഗ്, സൂ, ബേർഡ്സ് പാർക്ക്, ബട്ടർഫ്ലൈ പാർക്ക് ഇവയെല്ലാം എന്റർടൈൻമെന്റ് സോണിന് കീഴിലാണ് വരുന്നത്. വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡിലുള്ള നിർമ്മാണ രീതികളാണ് ഇവയിലെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. മൂന്നാമത്തേത് എക്സൈറ്റ്മെന്റ് സോൺ ആണ്. ധ്രുവപ്രദേശങ്ങളിലെ അനുഭവങ്ങൾ തരുന്ന സ്നോ വേൾഡ്, ഒരു വലിയ മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള മറൈൻ വേൾഡ്, ഒരു വ്യത്യസ്തമായ അണ്ടർ വാട്ടർ വേൾഡ് നമുക്കായി സമ്മാനിക്കും. അണ്ടർ വാട്ടർ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്കൂബ ഡൈവിങ്ങും നമുക്കിവിടെ അവൈലബിൾ ആവും.
ഇന്റർനാഷണൽ സേഫ്റ്റി റെഗുലേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നത്. ഇതിനു പുറമെ ഹോർട്ടിക്കൾച്ചറിന്റെ ഒരു വ്യത്യസ്തമായ ലോകം നമുക്ക് മുന്നിൽ തുറന്നിടുന്നു. അങ്ങനെ കാഞ്ഞിരപ്പുഴ ഒരു വിനോദ ഗ്രാമമായി മാറുകയാണ്. കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു നേട്ടം എങ്ങനെ പ്രദേശവാസികൾക്ക് ഗുണപ്രദമാവുന്നു? പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെ സംരംഭങ്ങൾ ഇത് വിജയിപ്പിക്കുന്നു. അവരുടെ വരുമാനം വർദ്ധിക്കുന്നു. വിവിധ നാടുകളിലെ സംസ്കാരങ്ങൾ കൈമാറപ്പെടുന്നു. സഞ്ചാരികളും വിനോദയാത്രികരും കാഞ്ഞിരപ്പുഴ ഡാം സന്ദർശിക്കുന്നതിലൂടെ കാഞ്ഞിരപ്പുഴയുടെ തനതായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയും ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു. ഡാം ടൂറിസം കേരളത്തിലെ ഒരു വാഗ്ദാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാദേശിക സാംസ്കാരിക പൈതൃകത്തിനോടൊപ്പം ആധുനിക രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിച്ചേരുമ്പോഴുള്ള ഔട്ട്പുട്ട് അത് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. അത് കാണാനുള്ള ആവേശത്തിലാണ് നിങ്ങളെപ്പോലെ ഞാനും. സമൂഹത്തിന്റെ സാമ്പത്തികമായ പുരോഗതിക്കൊപ്പം കാഞ്ഞിരപ്പുഴ എന്ന ഗ്രാമപഞ്ചായത്തിലെ ഓരോരുത്തരുടെയും വ്യക്തിഗത വരുമാനവും വർദ്ധിക്കുന്നു. അത് പാലക്കാടിന്റെയും വളർച്ചയ്ക്ക് കാരണമാകുന്നു. കേരളത്തിനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ സാമൂഹികമായും സാമ്പത്തികമായും ഒരുപാട് നേട്ടങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. എല്ലാവരും പരിധിയില്ലാതെ വിനോദയാത്രകൾ ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ടൂറിസം പദ്ധതികൾ വളരേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രകൃതിയുടെ സുസ്ഥിരത നിലനിർത്തിക്കൊണ്ടും പ്രകൃതി സൗന്ദര്യത്തിന് കോട്ടം തട്ടാത്ത രീതിയിലുമാണ് FSIT അവരുടെ പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നത്. ഡാമിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വലതുവശത്തായിട്ടുള്ള വഴിയിലാണ് ഈ മരക്കൂട്ടങ്ങൾ കാണുന്നത്. വളരെ വിശാലമായ മരക്കൂട്ടമാണ് ഇവിടെ പ്രത്യേകം ഇരിപ്പിടങ്ങളുമുണ്ട്. സ്വസ്ഥമായിരിക്കാൻ, കുറച്ചുനേരം പ്രകൃതിയോട് സല്ലപിക്കാൻ നമുക്കിവിടെ ഇരിക്കാം. സ്വകാര്യത ആഗ്രഹിക്കുന്നവരും ഈ ഇടങ്ങൾ തേടിയെത്തുന്നുണ്ട്. ഈ മരക്കൂട്ടത്തിനടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇവിടെ പഴങ്ങളുടെ മാതൃകയിൽ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇതൊക്കെയാണ് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ വിശേഷങ്ങൾ. 2027 മുഖം മാറാൻ കാത്തിരിക്കുന്ന കാഞ്ഞിരപ്പുഴ ഡാം. വേറിട്ട കാഴ്ചകളൊരുക്കി സഞ്ചാരികളെ കാത്തിരിക്കുന്ന കാഞ്ഞിരപ്പുഴ ഡാം. ഇത് ഈ പ്രദേശത്തുണ്ടാക്കുന്ന സാമൂഹിക നേട്ടം ചെറുതല്ല. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടവും ചെറുതല്ലെന്ന് സാരം. കാത്തിരിക്കാം മാറുന്ന മുഖവുമായി നമ്മളെ കാത്തിരിക്കുന്ന കാഞ്ഞിരപ്പുഴ ഡാമിനെ.